ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നീതിയും നിയമവും പരാജയപ്പെടുന്നിടത്ത് ഞങ്ങളുണ്ടാവുമെന്ന ഓട്ടോറിക്ഷക്കാരൻ്റെ ഓർമ്മപ്പെടുത്തൽ. നാടും നഗരവും ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അവരുടെ ആവശ്യങ്ങൾക്കായി നെട്ടോട്ടമോടുന്ന ഓട്ടോക്കാരുടെ ഓർമ്മപ്പെടുത്തൽ. ഈ കഥ ഞങ്ങൾ സമർപ്പിക്കുന്നത് ഇന്നലകളിൽ ജീവൻ പൊലിഞ്ഞ മാൻഹോൾ നൗഷാദിനുൾപ്പെടെ ഒരുപാട് ഓട്ടോ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ അനുഗ്രഹാശിസുകളോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഖാദറിസം ഒരു പീഡനകഥ. കാതറ വേണ്ട, ഞമ്മക്ക് എന്റെ വാപ്പാന്റെ പ്രായമുണ്ട്. എന്റെ ഒരു മോനൂസ് വിളി. ഏയ് പിണങ്ങല്ലിക്ക, ഇതൊക്കെ കാതറിന്റെ ഒരു നമ്പറല്ലേ? എന്നിട്ട് ഓട്ടൊക്കെ എങ്ങനെയുണ്ട്? ഓട്ടൊക്കെ അനക്കല്ല ചങ്ങായി, നിൽക്കാൻ നേരല്ലോ. ഇരുമ്പിന് ജീവനിട്ട സാധനമാണെന്ന് ഓർമ്മ ഉണ്ടായാൽ മതി ചങ്ങായി. ഓട്ടില്ലാത്തോണ്ട് മൂലയരോടൊന്ന് ദ്വയർക്കാൻ പറഞ്ഞു. മൂലയര് പറഞ്ഞു വണ്ടിന്റെ മുന്നിൽ നാരങ്ങ കെട്ടിയാൽ മതി. ആ നാരങ്ങയും പോയി, മൂലയരോടുള്ള വിശ്വാസവും പോയി. നാരങ്ങ വെച്ചിട്ടൊക്കെ കുരുത്തുണ്ടാണെങ്കിൽ നാരങ്ങക്കാർക്ക് കച്ചവടം കിട്ടുന്നുണ്ടോ? സ്വർണം വാങ്ങിയ കുരുത്തവും പൊരുത്തവും കിട്ടുമെങ്കിൽ ഒരു ദിവസം ഉണ്ടല്ലോ, എന്താ അക്ഷയ തൃതീയ. ആ അന്നാണ് നമ്മുടെ കുഞ്ഞാപ്പാക്കാന്റെ അങ്ങാടിയിലെ സ്വർണ്ണക്കടയിൽ കള്ളം കയറി ഒന്നായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയത്. എന്ത് കുരുത്തല്ലേ! നിങ്ങള് ഞമ്മളപ്പം കൂടിക്കോളെയും കാശുണ്ടാക്കുന്ന പരിപാടി നമ്മൾ പറഞ്ഞുതരാം. അന്റെ കാശുണ്ടാക്കല് ഞമ്മക്കറിയാം. ബംഗാളികളോടത്തുനിന്ന് 3 ഇരട്ടി കാശും വാങ്ങി വെയിറ്റിംഗ് ചാർജ് ആണെന്ന് പറഞ്ഞ് പാവപ്പെട്ട താത്താരടുത്ത് പറഞ്ഞു പറ്റിക്കലല്ലേ എന്റെ പണി. അത് ഞമ്മക്ക് വേണ്ട. പിന്നെ അന്റെ ഹെഡ്ലൈറ്റ് ഒന്ന് ഡിമ്മടിച്ചുകൊണ്ട് കാതറേ, ഞമ്മക്ക് ഇവിടെ ജീവിക്കണം. അതേ മൂപ്പരെ സൂയിപ്പാക്കണ്ട. അയാളൊരു പീഡനമൊക്കെ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളൂ. നിങ്ങൾ ആ വണ്ടി കയറിക്കോളി. പോട്ടെ 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 പോട്ടെ, ഇങ്ങോട്ട് കയറ്റിട്ട് മോനെ. അല്ല കാതറേ, ഇജ്ജല്ലേ കാട് വലിക്കണ മെഷീനൊക്കെ വാങ്ങിന്ന് കേട്ടത്? അനക്കതൊക്കെ അറിയോടോ? അതൊക്കെ സിമ്പിൾ അല്ലേക്കാ, ഞാൻ പഠിപ്പിച്ചുതരാ. വരെ എന്നാ ഒന്ന് നോക്കിക്കളാം. ഇനിയിപ്പോ തേങ്ങ ഇടണോലും ഒത്താരും ഒക്കെ മെഷീൻ വാങ്ങേണ്ടി വരുമല്ലോ എന്റെ റബ്ബേ. എവിടെയാ കാട്? നമ്പർ നോക്കി തരേ. ആ ഇത്രേ ഉള്ളൂ. എന്താടോ, നമ്മളെ പീഡന പ്രതിയാണല്ലോ മുമ്പില്. ആട്ടി വിടടോ അയാളെ. ബോസേ, വീട് പോട്ടെ. കാതറേ, കാതറേ, എന്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് പോയല്ലോ. ഇജ്ജ് എന്താ ഈ കാട്ടിയത്? ആ മെസ്സേജ് വന്നില്ലേ? ഇപ്പൊ മിഷി ഉസാറാണല്ലോ. എന്റെ കാശ് തന്നിട്ടില്ലെങ്കിൽ എന്റെ കൂരമ്മ ഞാൻ അടിച്ചു വരുത്തും. അല്ലെങ്കിൽ തന്നെ ഓട്ടോ ഇല്ലാണ്ടിരിക്കുന്നു. അതിന്റെ ഇടയില ഓന്റെ ഒരു വല്ലാത്തൊരു കാട്ടിയാതിയാണ്. റബ്ബേ, എന്താ മണി ഒരു കച്ചറ?
പണ്ടൊരാൾക്ക് കക്കാതെ ഉറക്കം വരാഞ്ഞിട്ടേ അടുത്ത പറമ്പിലെ മുരിങ്ങ ഉടിച്ച് തലക്കിണി വെച്ച് കെട്ടി കിടന്നിറങ്ങി. അത് പറഞ്ഞ പോലെയാണ് കാദറിന്റെ പണി. പറ്റിക്കാനായിട്ട് ഒരു ജന്മം. ഇവനെയൊക്കെ ഉണ്ടല്ലോ തെരണ്ടി വാലി അച്ചാറിലിട്ട് തുണി മാറ്റിയിട്ട് തല്ലണം. ഗൾഫിൽ നിന്ന് ലീവിന് വന്നാലെങ്കിലും ഒന്ന് റെസ്റ്റ് കൊടുത്തത് ചങ്ങായിയെ. ഇജ്ജ് ഗൾഫിൽ തന്നെ അല്ലേ, അല്ല ലക്ഷദ്വീപിലൊന്നും അല്ലല്ലോ? എവിടെ ആയിരുന്നാലും ഞമ്മക്ക് പണിയെടുത്താ പോരെ ചങ്ങായി. പിന്നെ ഇപ്പണി ഇതൊരു രസല്ലേ. മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ സൈന്യമായ നമ്മുടെ ഓട്ടോ കുടുംബത്തിലെ അംഗമാണെന്നൊന്ന് ഓർക്കാനെങ്കിലും ഇടയ്ക്ക് സ്റ്റാൻഡിലൊന്ന് വരണ്ടേ? അസ്സലാമു അലൈക്കും. സലാം. എന്താ കണ്ണൊക്കെ നിറഞ്ഞിക്കണേ? സുഖല്ലേ? ഓനെ വിട് ബായ്. ഓനൊരു പീഡന കേസൊക്കെ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പീഡനപ്രതിയാ, പീഡനപ്രതി. അതെ ശരി എന്നാ ഓക്കെ, നമുക്ക് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും. സലാം. കേറിയിരിക്കെ. പാർക്കൊന്നും ശരിക്കും പരിചയപ്പെടാൻ പറ്റിയില്ല, അതുകൊണ്ട് വന്നതാ. ഇരിക്കെ. എന്തേ ഒറ്റയ്ക്കേ ഉള്ളൂ? വീട്ടുകാരൊന്നും ഇല്ല അകത്ത്? അവരെ കാത്തുണ്ട്. എന്നോടും എന്നെ കാണാൻ വരുന്നവരോടും അവരാരും മിണ്ടാറില്ല. ഞാനൊരു പ്രതിയല്ലേ. പോട്ടടോ, മറ്റുള്ളവരൊക്കെ അങ്ങനെയാണ്. വേറൊരുത്തന്റെ തെറ്റിനു വേണ്ടി ദാഹിച്ചു നടക്കും. നല്ലതൊന്നും ആരും കാണൂല, മോശപ്പെട്ടതെല്ലാം എല്ലാരും കാണും. സാരല്ല. അല്ല എന്തേപ്പ ഉണ്ടായത്? അതറിയാനാപ്പ ഞങ്ങള് വന്നത്. ആരാ? ആ അസ്സലാമു അലൈക്കും. സലാം. ആരാ? എവിടുന്നാ? പോലീസ്? അല്ല, ഞങ്ങൾ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാ. അസ്കറില്ല എവിടെ? ആ അസ്കർ ഉണ്ടല്ലോ. അസ്കറേ, അസ്കറേ. എന്താപ്പാ? ഇവരെന്നെ കാണാൻ വന്നാത്രേ. ഇവിടെ വാവേ, ഇങ്ങോട്ട് കേറിയിരിക്കങ്ങള്. ഇങ്ങോട്ട് വരീ. തുടങ്ങല്ലേ? സുഹൃത്തുക്കളെ, ഇവിടെ പലർക്കും എന്നെ അറിയില്ലായിരിക്കും. ഇവിടെ ഒരുപാട് കാലം പാർക്കിൽ ഓട്ടോ ഓടിച്ച് 10 വർഷം മുമ്പ് ഗൾഫിൽ പോയതാണ് ഞാൻ. എന്നാലും ലീവിന് നാട്ടിൽ വരുമ്പോൾ ഞാൻ ഈ സ്റ്റാൻഡിൽ ഓട്ടോയുമായി വരാറുണ്ട്. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും കരുത്തുള്ള ഒരു കുടുംബ കൂട്ടായ്മയിൽ അംഗമാണ് ഞാനും എന്ന് അഭിമാനത്തോടെ പറയാനും ഈ ലീവിന് വരുമ്പോഴുള്ള 6 മാസത്തെ വെറുതെ നടപ്പിന്റെ ബോറടിയിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയാണ് ഞാനിവിടെ വരുന്നത്. ഇപ്രാവശ്യം ഞാൻ ഈ ഓട്ടോ സ്റ്റാൻഡിൽ വന്നപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഒരു കൂട്ടുകാരനെ കാണുകയുണ്ടായി. ലോകം മുഴുവനും അദ്ദേഹം കുറ്റവാളിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോഴും സത്യമറിയണമെന്നുള്ള എന്റെ ഒരു തീരുമാനമാണ് നാം ഇന്നിവിടെ കൂടാനുണ്ടായ കാരണം. ഇജ്ജിത് എന്തിനുള്ള ഏർപ്പാടാ? ഓൻ കുറ്റക്കാരനാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. പിന്നെ അന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല ഇതില്. സർട്ടിഫിക്കറ്റ് നൽകാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ ഈ സംഭവം നടക്കുന്നതിന്റെ മുമ്പുള്ള സംശുദ്ധീനെ നിങ്ങൾക്കൊക്കെ അറിയാം. എന്തെങ്കിലും ഒരു പ്രശ്നം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതായി നമുക്കാർക്കും അറിവില്ല. ഒന്നും അറിയാതെയും മനസ്സിലാക്കാതെയും എന്തിനാണ് നാം ഒരാളെ ഒറ്റപ്പെടുത്തുന്നത്? എന്തായാലും ഇനി അയാളുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കിതിന്റെ സത്യസ്ഥിതി മനസ്സിലാക്കാം.
അതിപ്പോ ഓനെ ന്യായീകരിക്കുള്ളല്ലോ ചെയ്യാ. അവൻ മാത്രമല്ല, അവനെതിരെ കേസ് നൽകിയ അസ്കറും അവന്റെ വാപ്പായും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവരിൽ നിന്നും സത്യമറിയാൻ ശ്രമിക്കാം. നമ്മുടെ ഓട്ടോ കുടുംബത്തിലെ ഒരാളും സത്യം പറയാൻ അവസരമില്ലാതെ കഷ്ടപ്പെടാൻ പാടില്ല. ശംസുദ്ദീൻ, വരൂ. അസ്സലാമു അലൈക്കും. എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നെനിക്കറിയില്ല. ഒരു കൂട്ടുകാരന്റെ തെറ്റ് തിരുത്താൻ നോക്കി എന്നുള്ള തെറ്റ് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ്. സംഭവം നടന്നിട്ട് ഇന്നേക്ക് 1 മാസമായി. ഇപ്പോഴെങ്കിലും ഇത് ചോദിക്കാൻ സന്മനസ് കാണിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഒരു ദിവസം ഞാൻ ഓട്ടം കഴിഞ്ഞ് നമ്മുടെ കുന്നിൻ ചെരുവിലൂടെ വരികയായിരുന്നു. അപ്പോഴാണ് കുന്നിൻ ചെരുവിൽ ഖാദറിന്റെ വണ്ടി കിടക്കുന്നത് കണ്ടത്. ഞാൻ ഇറങ്ങി നോക്കിയതാ. ഇത് മറ്റോനാ. ഇത് കണ്ടാലും മറ്റേത് കാണരുത്. പണി പാളും. അനക്കെന്തോ ഒരു മൂടൗട്ട്. വേണമെങ്കിൽ ഇതൊന്നും എടുത്ത് വലിച്ചോ, ഒന്ന് കത്തിച്ച് വലിച്ചോ, എല്ലാ പ്രശ്നവും മാറി കിട്ടും. നിങ്ങളെ മരുന്നൊന്നും ഇച്ചു വേണ്ട. വിറ്റ് തരാന്നുള്ള കരാറേ നമ്മള് തമ്മിലുള്ളൂ. ഞാനത് തൊടില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്. അത്യാവശ്യത്തിന് കൂടി ഇന്ന് ക്യാഷ് കിട്ടാത്തോണ്ടാണ് ഈ പണിക്ക്. എനിക്ക് ഈ പണിക്ക് തന്നെ കിട്ടൂല. ഏത് പണിക്ക്? രണ്ടിനും. അതെ ഖാദറെ, പല കൊള്ളരുതായ്മകളും നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ കുട്ടികളെ ഉപയോഗിച്ചുള്ള നിന്റെ ഈ കളിയും കുട്ടികളെ ഉപയോഗിച്ചുള്ള നിന്റെ ഈ കഞ്ചാവ് വിൽപ്പനയും നിർത്തിക്കളാ. നമ്മുടെ പാർക്കിൽ ഇങ്ങനെ ഒരാൾ വേണ്ടെന്ന് നമ്മളാണ് തീരുമാനിക്കും. ഹംസോ, ശരി, ഞാനിനി ഒന്നും ചെയ്യൂല. ഇജ്ജ് ആരോടും പറയരുത്. നന്നായ അനക്ക് കൊള്ളാം. പാവപ്പെട്ട ബംഗാളികളെ 50 റുപ്യ ഉള്ളവർക്ക് 200 റുപ്യ വാങ്ങിക്കൊണ്ടാക്കിയ കഥയൊക്കെ ഞമ്മക്കറിയാം. അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അനക്ക് മാത്രമല്ല, പേരുദോഷം ഈ ഓട്ടോ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഈ ഓട്ടോ കുടുംബത്തിനെ ബടക്കാക്കാൻ നമ്മളാരും സമ്മതിക്കൂല, ഓർത്തോ. അങ്ങനെ ഖാദർ നന്നായി എന്നും കരുതി സംഭവം ആരോടും പറയാതെ നടന്ന എനിക്ക് 2 ദിവസം കഴിഞ്ഞ് സ്റ്റേഷനിൽ നിന്നും സമൻസ് കിട്ടി. അപ്പോഴാണ് ഖാദറിന്റെ ചതി മനസ്സിലായത്. ആരോടും ഒന്നും പറയാൻ സമയം കിട്ടുന്നതിൻ്റെ മുമ്പ് എന്നെ പോലീസുകാർ കൊണ്ടുപോയി. ജയിലിൽ നിന്നും ഇറങ്ങിയിട്ടും എൻ്റെ കൂട്ടുകാർ പോലും എന്നോട് അടുപ്പം കാണിക്കുകയോ ഇതിനെപ്പറ്റി ചോദിക്കുകയോ ചെയ്തില്ല. ഖാദർ ചതിച്ചപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ വേദന അപ്പോഴാണ് എനിക്കുണ്ടായത്.
ഇപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഖാദറിനെ കൊണ്ടുപോകാൻ പോലീസ് ഇപ്പോഴെത്തും. അസ്കർ ഇന്നലെ തന്നെ സംസുദ്ദീനെതിരെയുള്ള കേസ് പിൻവലിക്കാനുള്ള നടപടികൾ തുടങ്ങുകയും ഖാദറിനെതിരെ കേസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കോടതിക്കും നിയമത്തിനും സത്യം കണ്ടെത്താൻ ചില പരിമിതികളുണ്ടാവും. എന്നാൽ ഏറ്റവും വലിയ നെറ്റ്വർക്കായ ഓട്ടോക്കാർക്ക് ഏത് സത്യവും കണ്ടെത്താൻ കഴിയും. ആരെയും സഹായിക്കാനും നാട് നന്നാക്കാനും നാം മുന്നിട്ടിറങ്ങിയാൽ എളുപ്പം കഴിയും. ഈ നാടിൻ്റെ ഞരമ്പിലോടുന്ന രക്തമാണ് നാം. സത്യവും നീതിയും ധർമ്മവും ലംഘിച്ച് നാടിൻ്റെ സമാധാനം കളയാൻ വേണ്ടി ആര് ശ്രമിച്ചാലും കൊടിയുടെ നിറം നോക്കാതെ ഈ കാക്കിപ്പട്ടാളം അത് തടയുക തന്നെ ചെയ്യും. ക്ഷമിക്ക, ഒരു തെറ്റിദ്ധാരൻ്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഒന്നും മനസ്സിൽ വെച്ച് നടക്കരുത്, പൊരുത്തപ്പെടാം. ഞമ്മക്കുള്ളത് ഇപ്പൊ കൊടുക്കാം. അവര് പോലീസിനുള്ളത് പോലീസ് കൊടുത്തോളും. ഇന്ന ഒരു പുളിഞ്ചാറ്റിലെ മീന്തല. കൊല്ലണ്ട.